ഹായ് മക്കളെ, അപ്പോൾ നമ്മളെന്താ +1 ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട്, പഠിച്ച് തുടങ്ങിയ കുട്ടികളുണ്ട്, ഇപ്പോഴും പഠിച്ച് തുടങ്ങാത്ത കുട്ടികളുണ്ട് അല്ലേ. ഇപ്പോഴും എന്താണ് ഈ അഡ്മിഷനൊക്കെ നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സുകളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കൊണ്ടൊക്കെ പലരും എന്താണ് ഇപ്പോഴും പലരും എന്താക്കിയിട്ടില്ല, പഠിച്ച് തുടങ്ങിയിട്ടില്ല അല്ലേ. സാർ ഇതാ ബാക്കിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വർഷം പോകേണ്ട റൂട്ട് മാപ്പും കാര്യങ്ങളുമാണ്. ഓക്കെ യെസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റൂട്ടിലാണ് മക്കൾ കൃത്യമായിട്ട് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മക്കളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പല വീഡിയോസിലും കാര്യങ്ങളുമായിട്ട്. പക്ഷേ അതെന്താണ് പലരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഒരു നമ്മളെ ഈ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ്, അതായത് 26 വരുന്ന നമ്മളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പഠിക്കാനുള്ള ടൈമല്ല. റെഡി, അത് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. അവിടെ നമ്മളെന്താ മോഡൽ എക്സാമുകളായിട്ടും പബ്ലിക് എക്സാമുകളായിട്ടും അത് നമുക്ക് എക്സാമിന് സമയമാണ്. എക്സാമിനോട് അടുത്തുള്ള സമയത്തല്ല നമ്മൾ പഠിക്കുക, അത് നമ്മളെന്താ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഈ ഒരു അക്കാദമിക് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള 5-6 സബ്ജക്റ്റുകളിൽ നമുക്ക് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററുകളും എത്ര ഉണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അല്ലേ. ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഞെട്ടും. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നല്ല ചാപ്റ്റേഴ്സിൻ്റെ ഒരു കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡി, അതെല്ലാം നമുക്ക് പഠിക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഡിസംബർ വരെയാണ്. ഓക്കെ, ഡിസംബർ വരെ, അതായത് ജൂലൈ ആയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 6-7 മാസം അത്രയും നമ്മുടെ മുന്നിലുള്ളൂ. റെഡി, ആ ഒരു 6-7 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ അത്രത്തോളം ചാപ്റ്ററുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. റെഡി, അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10th കഴിഞ്ഞിട്ടാണ് വരുന്നത്, 10th മുകളിലാണ് +1 എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 10th നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മാർക്കിന് വേണ്ടി എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന +1 അപ്പം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്രത്തോളം എക്സാമിനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. റെഡി, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനിയും ലേറ്റ് ആവാൻ പാടില്ല, പഠിച്ചു തുടങ്ങുക. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അത് അത്രത്തോളം ബേസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പം അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അത്രയും നേരത്തെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും നേരത്തെ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ്. എക്സാമിനോടടുത്ത് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. റെഡി, അപ്പോൾ അതിനു വേണ്ടി മക്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എത്രയേ ഉള്ളൂ, എന്താക്കുക, പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലേറ്റ് ആയിട്ടുള്ള മക്കളോടാണ് കൂടുതലായിട്ടും പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വീക്ക് മുൻപ് നമ്മൾ എന്താക്കിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എങ്ങനെ ആദ്യം മുതലേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ എത്രത്തോളം എത്തിയിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാം അല്ലേ. അപ്പോൾ അവരുടെ കൂടെ എത്താൻ വേണ്ടി നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള പുതിയ ബാച്ചിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റൂട്ട് മാപ്പ് കാര്യങ്ങൾ, ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഈ ഒരു മന്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ജൂലൈ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും അവരെന്താവുന്നു, നമ്മൾ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുടെ ആ ഒരു ട്രാക്കിലേക്ക് എത്തും. പക്ഷേ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത മക്കളോട് എന്നാണ് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിക്ക് ലേറ്റ് ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടതും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നാളെ നമുക്ക് കൃത്യം പുതിയ ബാച്ച് സ്റ്റാർട്ടിങ് ഉണ്ട്, അതിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ടാവും. മക്കൾ ആ ബാച്ചിൽ സ്റ്റാർട്ടിങ്ങിന് കൃത്യമായിട്ട് മക്കൾ അത് അറ്റൻഡ് ചെയ്യുക, ലൈവിൽ വരിക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ ഇനി എങ്ങനെ പോകണം. അത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ പഠിക്കേണ്ട ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത കുട്ടികളെ പോലെ ആയിരിക്കില്ല, അത് ചേഞ്ച് ആയിരിക്കും. ഓക്കെ, ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ പുതിയ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മക്കൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഈ ടൈം ടേബിളൊക്കെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. റെഡി, അപ്പം നാളത്തെ നമ്മുടെ ഓറിയൻറ്റേഷനിൽ മക്കൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ബാച്ചിലൊക്കെ നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൂടെ പോകുന്നുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് കാണാം നാളത്തെ ലൈവിൽ മക്കൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ.